സ്വതവേ സ്ത്രീകളോട് ആരെങ്കിലും കാറും ബൈക്കും ഓടിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ എന്തായിരിക്കും അവരുടെ മറുപടി? ഒന്നുകിൽ അറിയാം അല്ലെങ്കിൽ അറിയില്ല എന്നായിരിക്കും, അല്ലെ? ഇനി അവരോട് ലോറിയും ബസ്സും ഒക്കെ ഓടിക്കുമോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? നിനക്കെന്താ വട്ടാണെന്നായിരിക്കും മിക്ക സ്ത്രീകളുടെയും മറുപടി. കാരണം നമ്മുടെ നാട്ടിൽ വളരെ കുറച്ച് സ്ത്രീകൾ മാത്രമേ ഹെവി വെഹിക്കിൾസ് ഓടിക്കാറുള്ളൂ. ആ കൂട്ടത്തിൽ പെടുന്നതാണ് ജലജ ആൻഡ് ഫാമിലി. അവരുടെ യൂട്യൂബ് ചാനലാണ് ഈ പുത്തേട്ട് ഫാമിലി എന്നുള്ളത്. പലർക്കും ഇൻട്രൊഡക്ഷൻ കൊടുക്കാതെ തന്നെ അവരെ കുറിച്ച് നന്നായി അറിയുമായിരിക്കും. മിക്ക സ്ത്രീകൾക്കും പ്രചോദനം കൂടിയാണ് ഇവർ. ഇപ്പൊ ഇവരുടെ ചാനലിനെ കുറിച്ച് എന്താണ് സംസാരിക്കുന്നതെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകും, അല്ലെ? നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ കേരളത്തിലെ സാധാരണ കുടുംബ ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായി യാത്രകളും ഹെവി വെഹിക്കിൾസും ഓടിച്ച് അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയവരാണ് പുത്തേട്ട് കുടുംബം. കേരളത്തിൽ നിന്നും തുടങ്ങി ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് പുതിയ സ്ഥലങ്ങളും പുതിയ അനുഭവങ്ങളും പരിചയപ്പെടുത്തുന്നതാണ് ഇവരുടെ മുഖ്യ വീഡിയോകളും. ആദ്യം ലോറി ഓടിച്ചായിരുന്നു ജലജയുടെ യാത്രകൾ. എന്നാൽ ഇപ്പൊ കാരവൻ എല്ലാം എടുത്തു, അതിലാണ് യാത്ര. ജലജ മാത്രമല്ല, മകളല്ല ദേവികയും ഹെവി വെഹിക്കിൾ ഓടിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവര് മിക്കപ്പോഴും കാരവനിലാണെങ്കിലും കുടുംബാംഗങ്ങളെയും ഇവര് യാത്രകളിൽ കൂട്ടാറുണ്ട്. ഞാൻ അവരുടെ ചാനൽ ഒരു ഷോർട്ട് ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം, അപ്പൊ അവരെ നിങ്ങൾക്ക് പിടി കിട്ടും. കാരവനുമായിട്ടുള്ള നമ്മുടെ ആദ്യത്തെ ലോങ് ട്രിപ്പാണിത്. കേരളത്തിൽ നിന്നും യു പിയിലേക്ക്. ഇത്തവണ നമ്മള് അമ്മമാരെ എല്ലാം കൂട്ടിയ ഒരു തീർത്ഥയാത്രയാണ്. യു പിയിലെ വാരണാസി അല്ലെങ്കിൽ ബനാറസ് എന്നറിയപ്പെടുന്ന കാശിയിലേക്കും പിന്നെ അയോധ്യയിലേക്കും പിന്നെ നമ്മുടെ കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിലേക്കുമാണ് നമ്മുടെ ഈ യാത്ര. എന്താ രസമല്ലേ കാരവൻ ഓടിക്കുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടുക്കാം. നമ്മൾ ഇന്ന് ഇവരെ കുറിച്ച് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവർക്ക് നേരെ ഒരു സൈബർ ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതേക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും വിഷയത്തിലേക്ക് വരാം. ജലജയ്ക്കും മക്കളായിട്ടുള്ള ദേവികക്കും ഗോപികക്കുമാണ് ഈ അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ജലജയുടെ മക്കളുടെയും പേരിൽ ഒരാൾ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ജലജയുടെയും മക്കളുടെയും ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്ത് സൂം ചെയ്ത് ആ അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ഇത് ചെയ്യുന്നത് ആണാണോ പെണ്ണാണോ എന്ന് വ്യക്തമല്ല. അതുപോലെ തന്നെ ഒന്ന് രണ്ടും ഫേക്ക് അക്കൗണ്ടുകളല്ല ഇതുപോലെ ജലജയുടെയും മക്കളുടെയും പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കും, എന്നിട്ട് അതിൽ കുറച്ച് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യും, എന്നിട്ട് കുറച്ച് കഴിഞ്ഞാണെങ്കിൽ ആ ഉണ്ടാക്കിയ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യും, എന്നിട്ട് വീണ്ടും വേറെ അക്കൗണ്ട് ഉണ്ടാക്കും, അതിൽ വേറെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യും. ഇങ്ങനെ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കൂടാതെ ജലജയുടെയും മക്കളുടെയും ഒറിജിനൽ അക്കൗണ്ടിലുള്ള മിക്ക ഫോളോവേഴ്സിനും ഈ ഫേക്ക് അക്കൗണ്ടിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ച് പുത്തേട്ട് ഫാമിലി പറഞ്ഞ് നമുക്കറിയാം, ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു ഇറ തന്നെ, ഡിജിറ്റൽ ഇറ എന്ന് പറയാം. അതുപോലെ തന്നെ എല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യും ഇഷ്ടംപോലെ. അപ്പം സോഷ്യൽ മീഡിയയ്ക്ക് പോസിറ്റീവ് ആയിട്ടുള്ളതുകൊണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് തന്നെയല്ല, ഇപ്പോൾ ഇഷ്ടംപോലെ സൈബർ ക്രൈമും അതുപോലെ ഓൺലൈൻ ഫ്രോഡ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കൂടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൊണ്ടാണ്. അപ്പം ഈ കഴിഞ്ഞ ദിവസം നമുക്കെതിരെ ഒരു സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിനെപ്പറ്റി സൈബർ സെല്ലിൽ കംപ്ലൈൻറ്റ് ചെയ്തായിരുന്നു. നമ്മൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്കതിൽ ആളെ ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. 2 ദിവസം മുന്നേ ഒരു ദിവസം വൈകുന്നേരം എൻ്റെ പേരിൽ, അമ്മയുടെ പേരിൽ, അതുപോലെ തന്നെ പൊന്നുവിൻ്റെ പേരിൽ, ഞങ്ങളുടെ 3 പേരുടെ പേരിലും ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങളുടെ തന്നെ സെയിം യൂസർ നെയിം തന്നെ വെച്ച് ദേവിക പുത്തേട്ട്, അതുപോലെ തന്നെ ജലജ പുത്തേട്ട്, ഗോപിക പുത്തേട്ട് എന്ന് പറഞ്ഞ 3 യൂസർ നെയിമിൽ ഇതുപോലെ തന്നെ ഞങ്ങളുടെ പേരിൽ ഞങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ ഉപയോഗിച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഒരാൾ ആരാന്നറിയില്ല, നമുക്ക് ആണാവാം പെണ്ണാവാം ആരാന്നറിയില്ല. അപ്പം ഇങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു വൈകുന്നേരം ഒരു 4-4:30 അപ്പം എനിക്ക് എൻ്റെ തന്നെ പ്രൊഫൈൽ ഫോട്ടോ വെച്ച് എനിക്ക് മെസ്സേജ് വന്നു. അപ്പം ഞാൻ ചെയ്തതിൽ സ്പാം ആയിരിക്കും. കാരണം അങ്ങനെ ഇപ്പം നമ്മുടെ പുത്തേ ട്രാവലോഗ് എന്നുള്ള നമ്മുടെ മെയിൻ പേജ് അല്ലാണ്ടും വേറെ ആൾക്കാരും അങ്ങനെ ആ പേജിൽ നമ്മുടെ ഓരോ വണ്ടിയുടെ ഫോട്ടോ ആക്കിയിട്ട് വേറെ പേജും തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതുപോലെ പിന്നെ അതിനെപ്പറ്റി അധികം നമ്മളത് റിപ്പോർട്ട് അടിക്കാന്നല്ലാണ്ട് നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനെ എൻ്റെ പേരിൽ വന്നു. ഞാനത് ആദ്യം മൈൻഡ് ചെയ്തില്ല, റിപ്പോർട്ട് അടിച്ചു വിട്ടു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും ദേവിക പുത്തേട്ടെന്ന് പറഞ്ഞ് എൻ്റെ പേരിൽ ഒരു അക്കൗണ്ടും കൂടെ ക്രിയേറ്റ് ആയി. പിന്നെ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും മെസ്സേജ് എല്ലാം തുടങ്ങി. അതിൽ നിന്ന് നമ്മുടെ പേഴ്സണൽ ഫോട്ടോസ് എടുത്ത് അത് മോശമായ രീതിയിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അത് റിപ്പോർട്ട് അടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പൊന്നുവിൻ്റെ പേരിൽ ഗോപിക പുത്തേട്ടെന്ന് പറഞ്ഞ് അടുത്ത അക്കൗണ്ട് ക്രിയേറ്റ് ആയി. ഇതെല്ലാം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും, ഒരു മാക്സിമം ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ആ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യും, പിന്നെ അടുത്ത അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ പിന്നെ അടുത്തായിട്ട് പൊന്നുവിൻ്റെ പേരിൽ ഗോപിക പുത്തേട്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിലും ഇതുപോലെ തന്നെ വളരെ മോശമായ രീതിയിൽ നമ്മുടെ ഓരോ ഫോട്ടോകളൊക്കെ എടുത്തിട്ട് അങ്ങ് സൂം ചെയ്ത് വലുതാക്കി വളരെ വൃത്തികെട്ട രീതിയിൽ അങ്ങനെ അതിൻ്റെ അകത്തും ഫോട്ടോയും പോസ്റ്റുകളൊക്കെ ഇട്ട്. അപ്പം എന്നിട്ട് ഈ ഞങ്ങൾ ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്ന നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, ഫാമിലീസ് ഉണ്ടാവും, കസിൻസ് ഉണ്ടാവും. അപ്പോൾ ഇവർക്കെല്ലാം ഇതിൽ നിന്ന് ഫോളോ റിക്വസ്റ്റും മെസ്സേജുകളും ഇങ്ങനെ അയക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും നമുക്കിത് അയച്ചു തരാൻ തുടങ്ങി. അങ്ങനെ റിപ്പോർട്ട് അടിച്ചു. ഇവര് പറഞ്ഞേ കേട്ടില്ലേ, ഇവരുടെ പേരിൽ തന്നെ അക്കൗണ്ട് തുടങ്ങിയിട്ട് ഇവർക്ക് തന്നെ ആ സൈക്കോ മെസ്സേജ് അയക്കും പോലും. എന്നിട്ട് ആ അക്കൗണ്ടിൽ ജലജയുടെയും മക്കളുടെയും ഫോട്ടോസ് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യും. വല്ലാത്തൊരു ജാതി മനുഷ്യൻ തന്നെ ഇഷ്ടമാണ്. അതും പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്
ആ ഓരോ അക്കൗണ്ടുകളും കുറച്ച് നേരത്തേക്ക് മാത്രമേ ആക്റ്റീവ് ആയിട്ട് ഉണ്ടാവത്തുള്ളൂ. അപ്പത്തിനേക്ക് ഡീആക്ടിവേറ്റ് ചെയ്യും വരും, എന്നിട്ട് പുതിയത് ക്രിയേറ്റ് ചെയ്യും. ഈ സൈക്കോയുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഓരോ അക്കൗണ്ടും തുടങ്ങി അതിൽ പുത്തേട്ട് ഫാമിലിയുടെ എഡിറ്റ് ചെയ്ത് ഫോട്ടോസ് ഇട്ട് വൈറലാക്കുക എന്നുള്ളതാണ്. അതുപോലെ ജലജയുടെ മക്കളുടെയും പ്രൊഫൈൽ പിക്ചർ വെച്ചിട്ടാണല്ലോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ പലരും വിചാരിക്കുന്നത് ഇത് ജലജയുടെ മക്കളുടെയും സെക്കൻഡ് അക്കൗണ്ട് ആണെന്നാണ്. പക്ഷെ അതിൽ എഡിറ്റ് ചെയ്ത ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നത് കാണുമ്പോഴാണ് പലർക്കും ഇത് ഫേക്ക് അക്കൗണ്ട് ആണെന്ന് മനസ്സിലാവുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് ജലജയും മക്കളും തുടർന്ന് സംസാരിക്കുന്നത് നമുക്കൊന്ന് കേട്ടോക്കാം. അതുപോലെ ഈ സൈക്കോ ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇപ്പൊ ദേവികയുടെ പേരിലാണ് ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയതെങ്കിലും അതിൽ ഗോപികയുടെ മോശം എഡിറ്റ് ചെയ്ത ഫോട്ടോസ് ഇടും. അതായത് പ്രേക്ഷകർ കാണുമ്പോൾ വിചാരിക്കും ചേച്ചിക്ക് അനിത്യയോടുള്ള വൈരാഗ്യം കാരണം ഫോട്ടോസ് ലീക്ക് ചെയ്തതാണ്. ഇവരോട് നല്ല പൈകളുള്ളവർ തന്നെയാകണം ഇങ്ങനെ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്തായാലും പുത്തേട്ട് ഫാമിലിക്ക് പറയാനുള്ള ബാക്കിയുടെ കേട്ടോക്കാം. ഒരു അക്കൗണ്ട് റിപ്പോർട്ട് അടിച്ചു, 2 അക്കൗണ്ട് റിപ്പോർട്ടായി. അത് കഴിഞ്ഞ് പൊന്നുവിന്റെ പേരിൽ തന്നെ ആള് ഒരു 3-4 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. പിന്നെ എന്റെ പേരിലും അത് കഴിഞ്ഞപ്പം അമ്മയുടെ പേരിലും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അമ്മയുടെ പേരിൽ ജലജ പുത്തേട്ട് എന്ന് പറഞ്ഞ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിൽ 18+ ആയിട്ടുള്ള പേജുകളെ ഫോളോ ചെയ്യുകയും പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് അങ്ങനെ എല്ലാവരെയും ഫോളോ ചെയ്ത് നമ്മൾ അന്ന് തന്നെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്രൊഫൈലിട്ട് ഞങ്ങളാണെന്നുള്ള രീതിയിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആള് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തു. അപ്പം അറിയാവുന്നവരെല്ലാവരും അത് മനസ്സിലായിട്ട് എല്ലാവരും റിപ്പോർട്ട് അടിച്ചു. എന്നിട്ട് ഇയാൾ ഇതിലെല്ലാം എനിക്ക് മെസ്സേജ് അയക്കും. ഹലോ, എവിടാടാ, എന്നെ അറിയുമോ, ഇങ്ങനെ ചോദിച്ച് എനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി. പൊന്നൂന് മെസ്സേജ് അയക്കാൻ തുടങ്ങി. ഇത് ആദ്യം ഇങ്ങനെ ഒരു അക്കൗണ്ട് വന്നാൽ നമ്മളത് റിപ്പോർട്ട് അടിച്ച് മൈൻഡ് ചെയ്യില്ല. അപ്പോൾ ഇയാൾ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ 1-2 അക്കൗണ്ടിൽ നിർത്തും. ഇതങ്ങനെയല്ല, ഇയാളിത് കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ പേരിൽ തന്നെ 2-3 അക്കൗണ്ടായി, പൊന്നൂൻ്റെ പേര് 4 അക്കൗണ്ടായി, അമ്മയുടെ പേരിൽ അക്കൗണ്ടായി. ഇത് തന്നെ പരിപാടി. ഇപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ഒരു 4:30 തുടങ്ങിയ പരിപാടി രാത്രി ഒരു 7-8 മണിയായിട്ടും ഇത് ഇയാൾ ഒരു അക്കൗണ്ട് ഉണ്ടാക്കും, നിർത്തും, അടുത്ത അക്കൗണ്ടിലോട്ട് ചാടും. അപ്പോൾ ഇയാൾ ഒരു സ്ഥിരമായിട്ടൊരു അക്കൗണ്ടിൽ ഇയാൾ നിൽക്കുന്നില്ല. ഓരോരുത്തരുടെ പേരിൽ അക്കൗണ്ട് ഉണ്ടാക്കുക, അടുത്ത ക്രിയേറ്റ് ചെയ്യുക, പോവുക, ഇത് തന്നെയാണ് പരിപാടി. ഞാനാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊന്നും ഒത്തിരി സമയം ചിലവഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാനിതൊന്നും അറിഞ്ഞു പോലും ഇല്ല. അന്നേരം അമ്മ എന്ന് പറഞ്ഞില്ല വെച്ചാൽ ഇവരെന്നെ വിളിച്ച് പറയുമ്പോഴേ ഞാൻ ഈ സംഭവം അറിയുന്നത്. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ തെരുതര വന്നോണ്ടിരിക്കുക. എൻ്റെ പ്രൊഫൈൽ ഫോട്ടോ ഒക്കെ വെച്ച് കറക്റ്റ് ഇങ്ങനെ വന്നോണ്ടിരിക്കുക. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എല്ലാവരും അയക്കുന്നുണ്ട്, ഫ്രണ്ട്സ് അയക്കാൻ തുടങ്ങി. എല്ലാവരും നിങ്ങളാണോ എന്ന് ചോദിച്ച് അയക്കാൻ തുടങ്ങി. അപ്പം ഇതിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എൻ്റെ പ്രൊഫൈൽ ഫോട്ടോ എടുത്തിട്ട് പൊന്നൂൻ്റെ ഫോട്ടോ മോശമായിട്ട് എൻ്റെ പേരിലുള്ള അക്കൗണ്ടിൽ പുള്ളി പോസ്റ്റ് ചെയ്യും. എന്നിട്ട് എന്താ സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എൻ്റെ അനിയത്തീനെ മോശമായി സെക്ഷുവലി ചിത്രീകരിക്കുന്ന രീതിയിലാണ് ഇയാൾ പോസ്റ്റ് ഇടുന്നത്. അങ്ങനെ ഇയാൾ പോസ്റ്റ് ഇട്ട് അത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അപ്പം ഈ പോസ്റ്റാണ് എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എനിക്ക് അയച്ചത്. എന്നിട്ട് ഇത് ആരാ ഇത്, എല്ലാവരും ഇത് ചോദിക്കുന്നത്, ഇതെന്ത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ആൾക്കാർക്ക് മനസ്സിലാവും നമ്മൾ സ്വന്തം അനിയത്തിയുടെ കാര്യം നമ്മളാരും ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എനിക്കിവിടെ മനസ്സിലാവാത്ത കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ പലരും ഇങ്ങനത്തെ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഒറിജിനൽ അക്കൗണ്ടിലുള്ളവർക്ക് പോയി മെസ്സേജ് അയച്ച് വെറുപ്പിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആ സൈക്കോ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നൊരു കോൺഫിഡൻസിലാണ് ഇത്തരം പരിപാടികൾ ചെയ്ത് കൂട്ടുന്നത്. ഈ വർത്തമാനം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. എന്തായാലും ഈ പുത്തേട്ട് ഫാമിലിക്ക് പല അക്കൗണ്ടുകളിൽ നിന്നും റിപ്പീറ്റഡ്ലി മെസ്സേജുകൾ വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു, അത് സൈബർ സെല്ലിൽ കംപ്ലൈന്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിനെക്കുറിച്ച് ഇവർ പറഞ്ഞ് നമുക്കൊന്ന് കേട്ടോക്കാം. അപ്പം പിറ്റേ ദിവസം രാവിലെ അപ്പം എനിക്ക് വേറൊരു അക്കൗണ്ടിൽ നിന്ന്, അശ്വതി എന്ന് പറഞ്ഞ വേറെയുള്ള അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ഹലോ ദേവിക ഇതുപോലെ തന്നെ എവിടെയാടാ അറിയുമോ എന്ന് പറഞ്ഞ മെസ്സേജ് വന്നു. അപ്പോൾ ഇയാൾ തലേ ദിവസം തൊട്ട് എല്ലാ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ഈ മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇയാളാണോ എന്ന് എനിക്ക് തോന്നി. പിന്നെ നമുക്ക് ഇങ്ങനെ പലരും അങ്ങനെ മെസ്സേജ് അയക്കും, ഹായ് അറിയാവോ, ഇപ്പം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേരുണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ആണെങ്കിലും നമ്മൾ അവിടെ വെച്ച് കണ്ട ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഇനി അങ്ങനെ ഒരാളാണോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോഴും അതും പുതിയതായിട്ട് അപ്പം ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടാണ്. അപ്പോൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടുകളിൽ ന്യൂ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ എഴുതി കാണിക്കും. അപ്പോൾ അത് അപ്പോൾ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടാണ്. അപ്പോൾ എനിക്ക് തോന്നി ആളാണോന്ന്. പിന്നെ ഞാൻ ഓർത്ത് പോട്ടെ, നമ്മൾ പിന്നെ ഇതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല, അയാൾ എന്തെങ്കിലും ചെയ്യട്ടെ നിർത്തിയാൽ പിന്നെ അത് മൈൻഡ് ചെയ്യില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പം ഈ അശ്വതി എന്ന് പറഞ്ഞ അക്കൗണ്ടിൻ്റെ പേര് മാറ്റി സ്പൈഡർ എന്നായി അക്കൗണ്ടിൻ്റെ പേര്. അതിൽ നിന്നും പിന്നെ ഇയാൾ പിന്നെ മെസ്സേജ് ഇങ്ങനെ അയച്ചു. അപ്പം ഞാനൊരു ഉച്ചയായപ്പോൾ പിറ്റേ ദിവസം ഉച്ചയായപ്പോൾ ഞാൻ ആ സമയത്ത് സൈബർ സെല്ലിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ ആ സമയത്ത് ഞാൻ ആണോ അല്ലോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്തു. ഞാൻ ചോദിച്ചു ഹലോ ആരാന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഈ പുള്ളി മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ഇയാളിങ്ങനെ സീൻ അടിച്ചിട്ടിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ എനിക്ക് ഇങ്ങനെയാണെന്ന് എനിക്ക് ഏകദേശം ഒരു ഇത് തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചു തനിക്ക് അറിയണ്ടേ ആരാന്ന് ചോദിച്ചു. ഇന്നലെ തൊട്ട് അറിയാൻ വേണ്ടി കഷ്ടപ്പെടുമല്ലേ, ഇപ്പം അറിയണ്ടെന്ന് ചോദിച്ചു. ഓ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു താനല്ലേ ഇന്നലെ തൊട്ട് ഈ പരിപാടി കാണിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാനല്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഇന്നലെ അശ്വതി എന്നായിരുന്നല്ലോ പേര്, ഇപ്പം ഇങ്ങനെ പേര് പെട്ടെന്ന് മാറിയെന്ന് ചോദിച്ചു. അപ്പം ആളെന്ത് ചെയ്തു, ഒറ്റയടിക്ക് ആ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തു. അതെ, അതിൽ അപ്പം ഇതിപ്പം ഇതിനകത്ത് നമ്മൾ സൈബർ സെല്ലിൽ പോയി നമ്മളത് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു. അപ്പം കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തപ്പം നമ്മളോട് അവർ പറഞ്ഞതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളി അക്കൗണ്ട് എല്ലാം ക്രിയേറ്റ് ചെയ്യും, ഡിലീറ്റ് ചെയ്ത് കളയും. അയാളത് ഡിലീറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് അയാളെ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു.
അപ്പൊ പഠിച്ച കള്ളനാണ് അല്ലേ? വെറുതെ അല്ല സൈക്കോ ഓരോ മിനിറ്റിലും അക്കൗണ്ട് ഡിലീറ്റ് ആക്കി കളിക്കുന്നത്. അക്കൗണ്ട് ഡിലീറ്റ് ചെയ്താൽ ആളെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ള സത്യം ആ സൈക്കോക്ക് നല്ലോണം അറിയുമായിരിക്കും. അപ്പൊ അത്യാവശ്യം ടെക്നിക്കൽ നോളജ് ഉള്ള ആരാണ് ഈ സംഭവം ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പാണ്. പഴയ അക്കൗണ്ടിന്റെ URL കാര്യം ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ പിന്നെ ആളെ കണ്ടുപിടിക്കാൻ പ്രയാസമാണെന്നാണ് സൈബർ സെല്ലുകാർ പറഞ്ഞത് അല്ലേ? അക്കൗണ്ട് ആക്റ്റീവ് ആയി ഇരുന്നാൽ മാത്രമേ കാര്യമുള്ളൂ. എന്തായാലും ഈ വക കാര്യങ്ങൾ എല്ലാവരും സൂക്ഷിക്കേണ്ടതുണ്ട്. മോർഫിയം പോലുള്ള കാര്യങ്ങൾ അല്ലാതെ തന്നെ ഒരുപാട് സൈബർ ക്രൈമുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. പൈസ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പോകുന്നതും ഐഡന്റിറ്റി തെഫ്റ്റും എല്ലാം ഇതിലുള്ള ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ പുത്തേട്ട് ഫാമിലിക്ക് ഇതിന് മുമ്പേ സൈബർ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഇതുപോലെയല്ല. ഇവർക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അതുപോലെ യൂട്യൂബിലും മാത്രമേ അക്കൗണ്ടുകൾ ഉള്ളൂ. പക്ഷെ ആരവരുടെ പേരിൽ ടെലഗ്രാമിൽ ഒരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങി. എന്നാൽ അവരതിൽ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഒറിജിനൽ അക്കൗണ്ട് പോലെ ഗിവ് അവേ വെക്കും. എന്നാൽ റാൻഡ് ആയിട്ട് ഒരാൾ വിളിച്ചിട്ട് പറയും നിങ്ങളാണ് ഞങ്ങളുടെ ഗിവ് അവേ വിജയി. അപ്പൊ സമ്മാനം ക്ലെയിം ചെയ്യാനാണെങ്കിൽ ഇത്ര രൂപ അടിച്ചാൽ മതിയെന്ന് നോക്കി. ചിലപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ 500 രൂപ അടിച്ചു കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് ഐഫോൺ കിട്ടുമെന്നൊക്കെയാണ്. അപ്പൊ നമ്മൾ എന്താണ് വിചാരിക്കുക 500 രൂപയല്ലേ പോകുന്നത്, കിട്ടാൻ പോകുന്ന ഐഫോൺ അല്ലേ എന്നൊക്കെ ആയിരിക്കും. അങ്ങനെ എന്താക്കും ചാടി കയറിയിട്ട് 500 രൂപ നമ്മൾ അടിക്കും. അങ്ങനെ പലരുടെയും പൈസ പോയിട്ടുണ്ട്. എന്തായാലും ഇതിനെ കുറിച്ച് ഇവർ പറഞ്ഞ് നമുക്ക് നേരിട്ട് നോക്കാം. മുമ്പ് നമുക്ക് ഇങ്ങനെ ഒരു അറ്റാക്ക് വന്നിട്ടുണ്ട്, സൈബർ അറ്റാക്ക് വന്നിട്ടുണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഓൺലൈനിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടല്ലായിരുന്നു. അത് പുതിയ ട്രാവലോഗ് എന്ന തന്നെ പേരിൽ ഒരാളൊരു ടെലിഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി. അപ്പം ഒന്നാമത്തെ കാര്യം നമുക്ക് ടെലിഗ്രാമിൽ അക്കൗണ്ട് ഇല്ല. ടെലിഗ്രാം അക്കൗണ്ട് അങ്ങനെ ഒന്നുമില്ല. നമുക്ക് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഉള്ള നമ്മുടെ മെയിൻ പേജ് മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ ഇൻഡിവിജ്വൽ പേജുകളും ഉള്ളൂ. പിന്നെ ഫേസ്ബുക്ക് അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് വേറെ ഈ ടെലിഗ്രാമിലോ അങ്ങനെയുള്ള ആപ്പിലോ നമുക്ക് അക്കൗണ്ട് ഒന്നുമില്ല. അപ്പോൾ ഈ ടെലിഗ്രാമിൽ ഒരാൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പോൾ ഞങ്ങൾക്ക് ഒരു ദിവസം ഒരു ചേട്ടൻ ഞങ്ങൾ ഇങ്ങനെ മെസ്സേജ് അയച്ചു തന്നു. പുള്ളിയുടെ 10,000 രൂപയാന്ന് തോന്നുന്നു. 10,000 രൂപ 5,000 കണ്ട് ഞാൻ ഓർക്കുന്നില്ല, ഇപ്പോൾ 2 വർഷമായി. അപ്പോൾ ആ ടെലിഗ്രാം മെസ്സേജ് ഇങ്ങനെ ആയിരുന്നു, എന്നെ പുത്തേ ട്രാവലോഗിന്റെ നിങ്ങളൊരു ഫോളോവർ ആണെങ്കിൽ നമ്മൾ നടത്തിയ ഒരു മത്സരത്തിൽ നിങ്ങൾ വിജയിയായി. അപ്പം വിജയമായ നിങ്ങൾക്ക് ഇതിന് ക്യാഷ് പ്രൈസ് ഉണ്ട്. അപ്പോൾ അത് ക്ലെയിം ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ലിങ്കിൽ കയറി ഇത്ര രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞായിരുന്നു ആ മെസ്സേജ്. 50,000 രൂപയുടെ ക്യാഷ് പ്രൈസോ അങ്ങനെ ആയിരുന്നു ഇത്. അപ്പോൾ ഇത് കുറേ നാളായി നടന്നിട്ട്. അപ്പം അങ്ങനെ പറഞ്ഞ ഒരാൾ ചെയ്ത ആളുടെ എനിക്ക് 5,000-10,000 കണ്ട് പൈസ പോയി. അങ്ങനെ പോയി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ ഞങ്ങളിത് അറിയുന്നത്. അപ്പം അത് കഴിഞ്ഞ് ആ ടെലിഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തവർ ആ സമയത്ത് നമ്മുടെ വീഡിയോസിന്റെ താഴെ കമന്റിലും ഇതുപോലെ വന്ന് മെസ്സേജ് അയച്ചായിരുന്നു. അത് നമ്മുടെ ലോഗോയും നമ്മുടെ പ്രൊഫൈലും ഉപയോഗിച്ച് അതുപോലെ തന്നെ വന്ന് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പം ഇങ്ങനെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കമന്റ്സിലൂടെയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇതിലൂടെ ഒന്നും നമ്മൾ അറിയിക്കുന്നില്ല. ടെലിഗ്രാം അക്കൗണ്ട് വഴിയോ ഒന്നും നമ്മൾ ആരെ അറിയിക്കുന്നില്ല. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇപ്പം നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് തന്നെ വീഡിയോയിലായിരിക്കും പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആരും പോയി വീഴാതിരിക്കുക. അതുപോലെ തന്നെ ഇപ്പം അക്കൗണ്ടുകളിൽ നിന്നാണ് ഇപ്പം ഞങ്ങളുടെ പേരിലാണെങ്കിലും ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി അതിൽ നിന്ന് വരുന്ന മെസ്സേജുകൾക്കൊന്നും പരമാവധി ആരും റിപ്ലൈ കൊടുക്കാതിരിക്കുക. അപ്പം എന്നാൽ ടെലിഗ്രാമിൽ എന്ന ഇഷ്യൂ വന്നപ്പോൾ നമ്മളന്ന് വീഡിയോയിൽ നമ്മൾ ഫ്രണ്ടിൽ വാർണിംഗ് ആയിട്ട് നമ്മൾ എഴുതി കാണിക്കുകയും കൊടുത്തായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പോസ്റ്റ് ഇട്ടാൻ അതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പം ഇങ്ങനെ ഒരുപാട് അറ്റാക്കുകൾ ഇപ്പോൾ കൂടുതലും വരുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ ചെന്നപ്പോഴാണെങ്കിൽ തന്നെ ഉണ്ട് ഒരാളെ പറ്റിച്ച് ഇനി ഓൺലൈനിൽ ഒരാളാന്ന് പറഞ്ഞ് ബിഹേവ് ചെയ്ത് പറ്റിച്ചു. അതുപോലെ തന്നെ ജോലിയുടെ കാര്യം പറഞ്ഞ് പറ്റിക്കുക. ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ്. പിന്നെ ഒരു പെങ്കൊച്ചു വന്നിട്ടില്ലായിരുന്നു, അതിന് എന്തോ മെസ്സേജ് അയച്ച് ചീറ്റ് ചെയ്തെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഒരുപാട് ഫ്രോഡ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് ഇപ്പം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ സൈബർ അറ്റാക്കുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും പേടിച്ചിരിക്കരുത്. നമ്മൾ സൈബർ സെല്ലോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ ഒക്കെ കൊണ്ട് പരാതി കൊടുക്കണം. അപ്പോൾ ഇപ്പം നമ്മുടെ അത് ഫോട്ടോ അവർ മോശമായിട്ട് യൂസ് ചെയ്തു, മോർഫ് ചെയ്തൊക്കെ യൂസ് ചെയ്യും. അതൊന്നും നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് അറിയുന്നിടത്തോളം നമ്മൾ ആരെയും പേടിക്കേണ്ട ഒന്നിന്റെ ആവശ്യമില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഒരുപാട് തരത്തിലുള്ള സ്കാമുകൾ ഇത് നടക്കുന്നുണ്ട്. ആരും അതിൽ പോയി തല വെക്കാതിരിക്കുക. ഈ പുത്തേട്ട് ഫാമിലിയുടെ ഒറിജിനൽ അക്കൗണ്ടിന് കീഴിലുള്ള കമന്റ് ബോക്സിൽ ഇവരുടെ പേരിലുള്ള ഫേക്ക് അക്കൗണ്ടിൽ നിന്നും ഗിവ് അവേ പോലുള്ള സംഭവങ്ങൾ വെക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഗിവ് അവേ ഒറിജിനൽ അക്കൗണ്ടിലുള്ളവരാണ് ചെയ്യുന്നത് എന്ന്. കാരണം രണ്ടും സെയിം പ്രൊഫൈൽ പിക്ചർ എല്ലാം കാണുമ്പോൾ രണ്ടും ഒരേ അക്കൗണ്ടിൽ നിന്നാണെന്ന് കരുതി ട്രാപ്പിൽ വീഴുന്നവരുണ്ട്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ഇല്ലേ, അതുകൊണ്ട് ഇത്തരം സ്കാമുകളിൽ വീഴാതെ ഡബിൾ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പ്രോപ്പറായി ചെക്ക് ചെയ്തതിന് മാത്രമേ ഏതൊരു കാര്യവും ഇന്നത്തെ കാലത്ത് ചെയ്യാൻ പാടുള്ളൂ. പൈസ പോയി കഴിഞ്ഞാൽ പോയത് തന്നെയാണ്. ഇവിടെ നഷ്ടം നമുക്ക് മാത്രമേ സംഭവിക്കത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ ആരെങ്കിലും മോശം രീതിയിൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ മോർഫ് ചെയ്തു എന്ന് കരുതി തീരാനുള്ളതല്ല നമ്മുടെ ജീവിതം. പുത്തോട്ട് ഫാമിലി പോലെ സ്ട്രോങ് ആയി നിന്ന് ഇതുപോലെ കാര്യങ്ങൾ നേരിടുകയാണ് ചെയ്യേണ്ടത്. നീതിക്ക് വേണ്ടി പോരാടുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഇവിടെ ചെയ്യാറുള്ളൂ. നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരു ഫോട്ടോയുടെ പേരിൽ തീരേണ്ടതല്ല നമ്മുടെ ജീവിതം. അതുപോലെ തന്നെ പുത്തോട്ട് ഫാമിലിക്ക് നേരിടേണ്ടി വന്ന വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവരുടെ പേരിൽ ആരും ഒരു യൂട്യൂബ് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവരെന്തെങ്കിലും യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാണെങ്കിൽ ആ ഫേക്ക് ചാനൽ പോയിട്ട് ആ വീഡിയോ കോപ്പി പേസ്റ്റ് ചെയ്ത് അപ്പുറം കൊണ്ടിട്ടു. പലരും കരുതുന്നത് പുത്തേട്ട് ഫാമിലിയുടെ സെക്കൻഡ് ചാനൽ ആണ് ആ ഫേക്ക് ചാനൽ എന്നാണ്. എന്തായാലും അതിനെ കുറിച്ച് പുത്തേട്ട് ഫാമിലി പറഞ്ഞ് കേട്ട ശേഷം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഇന്നാള് നമ്മുടെ പേരിൽ യൂട്യൂബ് ചാനലും തുടങ്ങിയിട്ടുണ്ടായിരുന്നു 2-3 പേര്. അത് നമ്മുടെ പേരിൽ യൂട്യൂബ് ചാനൽ ഉണ്ടായി. നമ്മൾ ഇടുന്ന വീഡിയോ, നമ്മൾ രാവിലെ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോ അത് തന്നെ അവർ ആ ചാനലിലും പബ്ലിഷ് ചെയ്യും. അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് ഷോർട്സ് ഇടുക, അങ്ങനെ നമ്മുടെ ലോഗോ ഒക്കെ വെച്ച് കറക്റ്റ് അതുപോലെ തന്നെ സ്ഥിരമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് 1-2 ദിവസമായി നമ്മൾ 2-3 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കി. എല്ലാ ദിവസവും നമ്മൾ എന്തിടുന്നോ അപ്പൊ തന്നെ അത് അവരുടെ നമ്മുടെ തന്നെ പേരിൽ അവരുടെ ചാനലിലും അത് പോസ്റ്റ് ചെയ്യും.
അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയപ്പോൾ നമ്മൾ സൈബറിൽ നമ്മൾ കംപ്ലൈന്റ് ചെയ്തു. അപ്പോൾ നമ്മൾ കോട്ടയത്തോടെ സൈബർ സെല്ലിൽ പോയി നമ്മൾ കംപ്ലൈന്റ് ചെയ്തു. അപ്പോൾ അതിനെപ്പറ്റി കൊടുത്തു. അന്ന് നമ്മൾ അവരെ കിട്ടി. അതിൽ ഒരാൾ കൊച്ചായിരുന്നു, അതെന്തോ +1 പഠിക്കുന്ന ഒരു ചെക്കനായിരുന്നത്. അപ്പം അതെന്തോ തമാശയ്ക്ക് ചെയ്ത ഒരു കാര്യമായിരുന്നു. അപ്പോൾ അത് വിളിച്ച് സൈബർ സെല്ലിനെ കൊച്ചിനെ വിളിച്ച് വാണിംഗ് ഒക്കെ കൊടുത്തു. അത് ഓക്കെ, അത് അവിടെ സോൾവ് ചെയ്തു. അവർ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തു. അപ്പം അങ്ങനെ നാളെ നമുക്ക് അങ്ങനെ ഒരു ഇത് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഓൺലൈൻ മീഡിയ കൂടെ അല്ലാണ്ട് വേറെ നടന്നിട്ടുണ്ട്, വേറെയും ഫ്രോഡ് നടന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സ്റ്റാഫായിരുന്നു, ഒരു ഡ്രൈവറായിരുന്നു. പുള്ളിയുടെ വൈഫിനൊരു ദിവസം ഒരു കോൾ വന്നു. അപ്പം ഇത് കമ്പനി കാറിൻ്റെ ഷോറൂമിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇന്നപോലെ ഒരു പ്രൈസ് അടിച്ചിട്ടുണ്ട്, 10-12 ലക്ഷം രൂപയുടെ ഒരു കാറായിരുന്നു. അപ്പോൾ 2 ലക്ഷം രൂപ നിങ്ങൾ പൈസ കൊടുത്താൽ മതി, വണ്ടി സ്വന്തമാക്കാമെന്ന് പറഞ്ഞ പോലെ വന്നു കോൾ വന്നു. അപ്പം പൈസ ഇല്ലാഞ്ഞിട്ട് അവർ പോയി ഉണ്ടായിരുന്ന സ്വർണ്ണമൊക്കെ അവർ പണയം വെച്ച് കാശെടുത്ത് ഇവർ പൈസ അയച്ചു കൊടുത്തു. പിന്നെ ഇതിനെപ്പറ്റി ഒരു ഇൻഫർമേഷനും ഇല്ല. എന്ന് വെച്ചാൽ പൈസ ആ വഴിക്ക് പോയി. അങ്ങനെ ഇഷ്ടം പോലെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ 16-15 വയസ്സൊക്കെ ചെക്കന്മാരാണ് ഇപ്പൊ ഈ വക സൈബർ ആക്രമണങ്ങളൊക്കെ ചെയ്യുന്നത്. അവർക്ക് ഈ പ്രായത്തിൽ പ്രൈവസി എന്താണെന്നോ ഓരോ കാര്യത്തിൽ ലിമിറ്റ് വെക്കണമെന്നൊന്നും അറിയില്ല. ചെറിയ ചെക്കന്മാര് തന്നെ സോഷ്യൽ മീഡിയയിൽ ആൾമാറാട്ട് നടത്തി സ്ത്രീകൾ ഉപദ്രവിക്കാൻ നോക്കിയ സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ 12 ലക്ഷത്തിന്റെ കാർ 2 ലക്ഷം മുടക്കിയാൽ കിട്ടുമെന്ന് വിശ്വസിച്ച ആ ചേട്ടനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. വെറുതെ എന്തിനാണ് ഇരുത്തിയിൽ എണ്ണ വയ്ക്കുന്നത്? ഇതാണ് ചിലപ്പോൾ മനുഷ്യമായിട്ട് പ്രശ്നം എന്ന് പറയുന്നത്. ഇരട്ടി ലാഭം കിട്ടുമെന്ന് കേട്ട് കഴിഞ്ഞാണെങ്കിൽ പിന്നെ അങ്ങോട്ട് ചാടി വീഴും. അന്നേരം ബുദ്ധി പ്രവർത്തിക്കൂല. അവസാനം കുയിൽ വീണ് കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെടുമ്പോഴായിരിക്കും ബുദ്ധി പ്രവർത്തിക്കും. അന്നേരം നമ്മുടെ അടുത്ത് ഇങ്ങനെ കരിഞ്ഞു വരും, ബ്രോ എനിക്ക് അത് നഷ്ടപ്പെട്ടു, ഇത് നഷ്ടപ്പെട്ടു, എനിക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യാമെന്നൊക്കെ പറഞ്ഞോണ്ട്. നമുക്ക് ഇത്തരക്കാർക്കൊക്കെ വീഡിയോ ചെയ്ത് കൊടുക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ, എത്രയെന്ന് വെച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് ഈ സൂക്ഷിച്ച് കണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക. അങ്ങോട്ട് പണം കൊടുത്ത് വരുന്ന ഓഫറുകളിലേക്കൊന്നും വീഴാതിരിക്കുക. ഇതൊരു വാണിംഗ് ആയി മാത്രം കരുതിയാൽ മതി, കൂടുതലൊന്നും പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.